പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസുകളുടെ പഠിതാക്കളെ, ശ്രോതാക്കളെ, നമ്മൾ സൂറത്തുൽ ബഖറയിലെ 165 ആയത്താണ് പഠിച്ചു വരുന്നത്. അതിൽ നമ്മൾ വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന ഭാഗമാണ് പഠനം തുടർത്തുകയുണ്ടായത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നതുമായി ബന്ധപ്പെട്ടാണ് ഏതാനും കാര്യങ്ങൾ ഇവിടെ പഠിച്ചത്. വിശ്വസിച്ചവർ അള്ളാഹുവിനോടുള്ള ഹുബ്ബിൽ അതിശക്തരാണ് ആരേക്കാൾ എന്നുള്ള ഭാഗം അത് നമ്മൾ സവിസ്തരം ഇവിടെ മനസ്സിലാക്കി. നമ്മൾ ഈ ആയത്തിൻ്റെ കൂർവ നിരീക്ഷിക്കുമ്പോൾ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന വാചകം, ജുംല, അത് ഒരു ഇടവാചകമായിട്ടാണ് നിരീക്ഷിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ വിധിയും. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് എന്നത് അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ച ആളുകൾ അവർ ആരാധ്യന്മാരെ അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്, ആരാധ്യന്മാരെ സ്വീകരിച്ച ആളുകളെക്കുറിച്ച്. അതിനെ തുടർന്ന് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന ഈ ഇടവാചകം കഴിഞ്ഞാൽ വലൗ യറല്ലദീന ളലമൂ ഇദ് യറൗനൽ അദാബ് എന്ന് തുടങ്ങി ഇലാഹുകളെ സമന്മാരായി സ്വീകരിച്ച അക്രമികളെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുന്നത്. അപ്പോൾ ആയത്തിൻ്റെ തുടക്കവും വലൗ യറല്ലദീന ളലമൂ എന്ന ഈ ഒടുക്കവും ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ച ബഹുദൈവ വിശ്വാസികൾ അവരെക്കുറിച്ചാണ്. അതിനിടയിൽ ഒരു ഇടവാചകമാണ് അൽ ജുംലത്തുൽ മുഅ്തരിദ. അതാണ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നത്. അതിന് വേറിട്ടൊരാശയമാണ്. അത് വിശ്വാസികളെക്കുറിച്ചാണ്. അവരുടെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം അതിശക്തമാണ് എന്ന വിധിയാണ്. ഈ ആയത്തിൻ്റെ തുടക്കത്തിലെ ആശയം, ഒടുക്കത്തിലെ ആശയം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിഭാഗത്തെക്കുറിച്ച്, അവരുടെ വിശേഷണം, അവർ വിശ്വാസികളാണ്, അവർക്കുള്ള വിധി, ഹുക്കും, അവർ അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടമുള്ളവർ, ശക്തമായ ഇഷ്ടമുള്ളവർ, രൂഢമൂലമായ ഇഷ്ടമുള്ളവർ എന്ന ഈ വിധിയാണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് അൽ ജുംലത്തുൽ മുഅ്തരിദ, ഇടവാചകം എന്ന് പ്രാമാണികർ വിധിച്ചത്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഇടവാചകത്തെ ഇവിടെ കൊണ്ടുവന്നത്? സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് ഹുബ്ബിൽ അതിശക്തന്മാരാണ് എന്ന് പ്രസ്താവിക്കാനാണല്ലോ. ആ പ്രസ്താവന ഒരു കൽപ്പന കൂടിയാണ്. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനോട് അതിശക്തമായ ഇഷ്ടം പുലർത്തുന്നവരാകണം എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നാണ് പറഞ്ഞത്. വിശ്വാസികൾ അള്ളാഹുവിനോടുള്ള ഹുബ്ബിൽ അതിശക്തരാണ് എന്ന്. അഹബ്ബുലില്ല എന്ന് പറഞ്ഞില്ല. അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടമുള്ളവർ എന്ന് പറഞ്ഞില്ല. എന്താണ് അഹബ്ബുലില്ല? അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടമുള്ളവരാണ് വിശ്വാസികൾ എന്ന് പറയാതെ അശദ്ദു ഹുബ്ബൻ ലില്ല, അള്ളാഹുവിനോട് ഹുബ്ബിനാൽ അതിശക്തരാണെന്ന് പറഞ്ഞത്. അഹബ്ബുലില്ല എന്ന് പറയുന്നതിനേക്കാൾ ആശയവൈപുല്യവും അഗാധ അർത്ഥവും അശദ്ദു ഹുബ്ബൻ ലില്ല എന്ന പ്രയോഗം നൽകുന്നതിനാലാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഹുബ്ബിൽ വർധനവ്, വൈപുല്യം, അത് മാത്രമല്ല ഇവിടെ ഉദ്ദേശം. ലൈസൽ മുറാദു അസിയാദത ഫി അസ്ലിൽ ഫിഅൽ. ഹുബ്ബെന്ന ഫിഅലിൽ, അതിൻ്റെ അസ്ലിൽ വർധനവല്ല ഉദ്ദേശം. പ്രത്യുത ബലിൽ മുറാദു റുസൂഖ് വസ്സബാത്ത്. ഉദ്ദേശം റുസൂഖും സബാത്തുമാണ്. രൂഢമൂലമായ സ്നേഹം, ഉറച്ച സ്നേഹം, അള്ളാഹുവിൽ നിന്ന് വഴിമാറ്റാത്ത, അള്ളാഹുവിൽ നിന്ന് വേർതിരിക്കാത്ത, മങ്ങാത്ത, മായാത്ത സ്നേഹം, ഇതാണ് ഇവിടെ ഉദ്ദേശം. അതുകൊണ്ടാണ് വല്ലദീന ആമനൂ അഹബ്ബുലില്ല എന്ന് പറയാതെ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന് പറഞ്ഞത്. ഇതിവിടെ പ്രത്യേകം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൽ അതിശക്തരാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം, ഇഷ്ടം, അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവുമാണ് ഈ പ്രസ്താവനയും അത് ഉൾക്കൊണ്ട കൽപ്പനയും വിളിച്ചറിയിക്കുന്നത്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് അത് ഏറ്റവും പ്രധാനമാണ്.
ആരാധനയുടെ അകക്കാമ്പും അടിസ്ഥാനവും അള്ളാഹുവിനോടുള്ള മഹബത്തും അള്ളാഹുവിനോടുള്ള തഅദീമുമാണല്ലോ. അള്ളാഹിനോടുള്ള മഹബത്ത് മൂത്തതിനാലാണ് നമ്മൾ അള്ളാഹു പറഞ്ഞതെല്ലാം കേൾക്കുന്നതും അനുസരിക്കുന്നതും. അള്ളാഹു പറഞ്ഞത് കേൾക്കാനും അനുസരിക്കാനും അള്ളാഹിനോട് നമുക്ക് മഹബത്ത് വേണം. പിന്നെ അള്ളാഹുവിനോടുള്ള മഹത്വം തഅദീം അത് മൂത്തതിനാലും മഹത്തരമായതിനാലുമാണ് നമ്മൾ അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, വിരോധങ്ങളെ വിട്ടകലുന്നത്. അപ്പോൾ ഈ മഹബത്ത് തഅദീം ഇത് അള്ളാഹുവിനോടുള്ള നമ്മുടെ വർത്തനത്തിൽ അടിസ്ഥാനമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ മഹബ്ബ എന്നാൽ ഹിയൽ മൻസിലത്തുല്ലതി ഇലാ ആലമിഹാ ശമ്മറസ് സാബിഖൂൻ. അതൊരു പദവിയാണ്. ആ പദവിയുടെ ലോകത്തേക്കാണ് മത്സരിക്കുന്നവർ ഉടുമുണ്ട് മുറുക്കി പ്രയാണം കുറിച്ചത്. വ അലൈഹ തഫാനൽ മുഹിബ്ബൂൻ. ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും ഈ പദവി ലഭിക്കാനാണ് ത്യാഗം ചെയ്തത്. വഹിയൽ ഹയാത്തുല്ലതി മൻ ഹുരിമഹ ഫഹുവ മിൻ ജുംലത്തിൽ അംവാത്ത്. മഹബത്ത് ഹയാത്താണ്. ഈ ഹയാത്ത് ഒരാൾക്ക് തടയപ്പെട്ടാൽ അവൻ മരിച്ചവരുടെ ഗണത്തിലാണ്. ഈ മഹബത്ത് വന്നൂറുല്ലതി മൻ ഫഖദഹു ഫഹുവ ഫി ബിഹാരി ദുലുമാത്ത്. ദീപ്തിയും പ്രകാശവുമാണ്. ആർക്കെങ്കിലും ഈ പ്രകാശം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവൻ അന്ധകാരങ്ങളുടെ സമുദ്രാഴികളിലാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത് അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ വിഷയത്തിൽ. അപ്പോൾ അത് ഏറ്റവും പ്രധാനവും അടിസ്ഥാനവുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ആരിലുണ്ടോ അവൻ ഈമാനിൻ്റെ മധുരം അനുഭവിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യം അൻ യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ എന്നാണ്. അള്ളാഹുവും അള്ളാഹുവിൻ്റെ തിരുദൂതരും അവനിക്ക് ഏറ്റവും സ്നേഹവും ഇഷ്ടവുമുള്ളവരാകണം അവരൊഴികെ ഉള്ളതിനെ സംബന്ധിച്ച്, അതിനെ അപേക്ഷിച്ച്. അള്ളാഹിനോടായിരിക്കണം ഏറ്റവും മഹബത്ത്. അതുള്ളവരാണ് ഈമാനിൻ്റെ മധുരം അനുഭവിച്ചവൻ എന്നതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത്. അത് നേടാൻ പഠിപ്പിച്ചു. അതിന് പ്രേരണയും പ്രോത്സാഹനവും നൽകി. അന്ന് തിരുസവിധത്തിലേക്ക് ഗ്രാമീണതയിൽ നിന്നൊരാൾ കടന്നു വന്നു. അയാൾ പറയുന്നത്, യാ റസൂലല്ലാഹ് മതാ സഅതു ഖായിമത്തുൻ. തിരുദൂതരെ, അന്ത്യനാൾ എപ്പോൾ സംഭവിക്കും? അപ്പോൾ തിരുനബി അയാളോട് പറഞ്ഞു, വൈലക് വമ ആദത്തലഹ. കഷ്ടം, താങ്കൾ ഈ അന്ത്യനാളിനു വേണ്ടി എന്ത് സമ്പാദിച്ചു, എന്തൊരുക്കി? ഫഇനഹ ഖായിമത്തുൻ. അന്ത്യനാൾ സംഭവിക്കുന്നതാണ്, താങ്കൾ അതിനുവേണ്ടി എന്തൊരുക്കി എന്നാണ് ചോദിച്ചത്. ഹദീസിൽ കാണാം, ഫകഅന്ന റജുലസ്തകാൻ. ചോദ്യം ചോദിച്ചു വന്ന ആ ഗ്രാമീണൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രതികരണത്തിൽ ഒന്ന് അടങ്ങി ഒതുങ്ങി ഊർജ്ജസ്വലനായിട്ടാണ് വന്നത്. മതസ്സാഅതു ഖായിമത്തുൻ എന്നിട്ട് അങ്ങനെ അയാൾ ചോദിച്ചതും. പക്ഷേ തിരുനബിയുടെ ഈ പ്രതികരണത്തിൽ അയാളൊന്ന് ഒതുങ്ങിപ്പോയി. എന്നിട്ട് അയാൾ പറഞ്ഞു, മാ അഅദതു ലഹ മിൻ കസീരി അമലിൻ മിൻ സലാത്തിൻ വല സൗമിൻ വല സദഖത്തിൻ. ഞാൻ അന്ത്യനാളിന് വേണ്ടി കുറേ അമലുകൾ സമ്പാദിച്ചൊരുങ്ങിയിട്ടില്ല. കുറേ നിസ്കാരം, കുറേ നോമ്പ്, കുറേ സദഖ, ഇതൊന്നുമില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു. പക്ഷേ ഞാൻ അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നു. അയാളോട് തിരുനബി പറഞ്ഞത്, ഫ ഇന്നക മഅമൻ അഹ്ബബ്ത. എങ്കിൽ താങ്കൾ ഇഷ്ടപ്പെട്ടവരോടൊപ്പമായിരിക്കും താങ്കൾ. വലക മഹ്തസബ്ത. അങ്ങനെയും പ്രയോഗമുണ്ട്. താങ്കൾക്ക് താങ്കൾ പ്രതീക്ഷിച്ച പ്രതിഫലവും കൂലിയും ഉണ്ടായിരിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഈ സംഭവം നിവേദനം ചെയ്യുന്നതിന് സാക്ഷിയായ അനസ് പറയുകയാണ്, ഞങ്ങൾ ചോദിച്ചു, വനഹ്നു കദാലിക്. തിരുദൂതരെ, ഞങ്ങളും അപ്രകാരമായിരിക്കുമോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഅം, അതെ എന്ന് പറഞ്ഞു. വ അൻതും കദാലിക്, നിങ്ങളും അങ്ങനെ തന്നെ എന്ന് അറിയിച്ചു. അപ്പോൾ അനസ് പറയുന്നത്, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ബഅദൽ ഇസ്ലാമി ഫറഹൻ അശദ്ദ മിൻ ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅമൻ അഹ്ബബ്ത. ഇസ്ലാം ആശ്ലേഷിച്ചതിൽ പിന്നെ ഞങ്ങൾ ഏറ്റവും ഊറ്റം കൊണ്ടതും സന്തോഷിച്ചതും തിരുനബിയുടെ ഈ വാക്ക് കേട്ടിട്ടാണ്. അതിനാലാണ് അൻത മഅമൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ടവനോടൊപ്പമായിരിക്കും നീ എന്ന്. എന്നിട്ട് അനസ് പിന്നെ അദ്ദേഹം ഉച്ചേസ്തരം പ്രഖ്യാപിക്കുകയാണ്, ഫഅന ഉഹിബ്ബുല്ലാഹ വ റസൂലഹു വ അബൂബക്കറിൻ വ ഉമറ റളിയല്ലാഹു അൻഹുമ. ഞാൻ അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നു, റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറിനെയും ഉമറിനെയും. സഹോദരന്മാരെ, ഇവിടെ ഞാൻ ഈ സംഭവത്തെ കേൾപ്പിച്ചത് അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അള്ളാഹുവെ ഇഷ്ടപ്പെടുക, അള്ളാഹുവിനോട് മഹബത്ത് പുലർത്തുക എന്നുള്ളത് ഇവിടെ പ്രഥമമായി എണ്ണി അതിനെ പഠിപ്പിച്ചു, അതിന് പ്രേരിപ്പിച്ചു, അതിൻ്റെ അനിവാര്യതയെ ഉണർത്തി. എന്തുകൊണ്ട്? അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ ആ മൻസിലത്ത്, സ്ഥാനം, അത് നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി, അങ്ങനെ ആ മഹബത്ത് നമ്മൾ വെച്ച് പുലർത്തുന്നതിന് വേണ്ടി, അത് തേടാനും ആ മഹബത്ത് നേടുവാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും നമ്മൾ കൽപ്പിക്കപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ഒരു ദുആയിൽ, ഖുൽ യാ മുഹമ്മദ്, മുഹമ്മദ് താങ്കൾ പ്രാർത്ഥിക്കൂ,
ഇദാ സല്ലൈത്, നിസ്കരിച്ചാൽ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹുബ്ബൽ മസാകീൻ വഅൻ തഗ്ഫിറ ലി വതർഹമനി വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂൻ അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബു ഇലാ ഹുബ്ബിക എന്ന്. അല്ലാഹുവേ, നന്മ പ്രവർത്തിക്കുവാനുള്ള ഉദവി ഞാൻ നിന്നോട് തേടുന്നു, തിന്മ ഉപേക്ഷിക്കുവാനും. പിന്നെ വഹുബ്ബൽ മസാക്കീൻ, മിസ്കിന്മാരോടുള്ള സ്നേഹം, അത് ഞാൻ നിന്നോട് യാചിക്കുന്നു. വഅൻ തഗ്ഫിറ ലി വതർഹമനി, നീ എന്നോട് പൊറുക്കണം, കരുണ കാണിക്കണം, അതും ഞാൻ നിന്നോട് യാചിക്കുന്നു. വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ, നിന്റെ അടിമകളിൽ നീ ഒരു പരീക്ഷണം ഉദ്ദേശിച്ചാൽ ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂൻ, ആദർശത്തിൽ ദീനിൽ ഞാൻ പരീക്ഷിക്കപ്പെടാത്ത വിധം നീ എന്നെ മരണത്തിലൂടെ നിന്നിലേക്ക് സ്വീകരിക്കണമേ. പിന്നത്തേതാണ് നമ്മുടെ വിഷയം. അസ്അലുക ഹുബ്ബക്, നിന്നോടുള്ള ഹുബ്ബിനെ ഞാൻ തേടുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക്, നിന്നെ ഹുബ്ബ് വെക്കുന്നവർ അവരോടുള്ള ഹുബ്ബിനെയും. വഹുബ്ബ അമലിൻ യുഖർരിബു ഇലാ ഹുബ്ബിക്, നിന്റെ ഹുബ്ബിലേക്ക് എന്നെ അടുപ്പിക്കുന്ന കർമ്മങ്ങളോടുള്ള ഹുബ്ബ്, സ്നേഹം, അതും ഞാൻ നിന്നോട് യാചിക്കുന്നു. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അള്ളാഹുവിൻ്റെ ഹുബ്ബ്, അതിലേക്ക് അടുപ്പിക്കുന്ന കർമ്മത്തോടുള്ള ഹുബ്ബ്, അതൊക്കെ അള്ളാഹുവിനോട് യാചിക്കാൻ, തേടാൻ ഏറ്റവും ശ്രേഷ്ഠ കർമ്മമായ നിസ്കാരം നിർവഹിച്ച് ദുആയിരക്കാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് കൽപ്പിക്കുകയാണ്. അപ്പോൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന ആ പരാമർശത്തിലുള്ള അള്ളാഹുവിനോടുള്ള ഹുബ്ബിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഏവർക്കും ബോധ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അള്ളാഹുവിനോട് മഹബ്ബത്ത് വെക്കുക, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് അതിതീവ്രവും അതിശക്തവുമാവുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആയിരക്കണം. ഈ മഹബ്ബത്തിനെ നമ്മൾ സത്യസന്ധമാക്കണം, യഥാവിധമാക്കണം. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നാണ്. വിശ്വസിച്ചവർ അവരാണ് അള്ളാഹുവിനോട് അതിശക്തമായ ഹുബ്ബുള്ളവർ എന്നാണ്. ഈ പ്രയോഗത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ ഒരു വസ്ഫുണ്ട്, ഇതിലൊരു ഹുക്മുണ്ട്. വസ്ഫ് വിശേഷണമാണ്, ഹുക്മ് വിധിയാണ്. വല്ലദീന ആമനു, വിശ്വസിച്ചവർ, ഈമാനുള്ളവർ, അതാണ് വസ്ഫ് വിശേഷണം. അവരെക്കുറിച്ചാണ് ഹുക്മ് പറയുന്നത് അശദ്ദു ഹുക്മൻ ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഹുബ്ബിനാൽ അതിശക്തർ എന്ന്. രൂഢമൂലമായ അതിശക്തമായ ഹുബ്ബുള്ളവർ എന്നുള്ള വിധി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവിടെ ഒരു ഹുക്മിനെ വസ്ഫുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, ഒരു ഹുക്കും വസ്ഫിനോട് അനുബന്ധമായി ഉപാധി വെച്ചുകൊണ്ട് പറഞ്ഞാൽ വസ്ഫ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹുക്കുമും വർദ്ധിക്കും, വസ്ഫ് കുറയുന്നതിനനുസരിച്ച് ഹുക്കുമും കുറയും എന്ന് പറഞ്ഞാൽ ഇവിടെ വസ്ഫ് ഈമാനാണ്, ഹുക്കുമ് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്, സ്നേഹമാണ്. ഈമാൻ കൂടുന്നതിനനുസരിച്ച് അള്ളാഹുവിനോട് ഹുബ്ബ് കൂടും, ഈമാൻ കുറയുന്നതിനനുസരിച്ച് അള്ളാഹു കാക്കട്ടെ അള്ളാഹുവിനോടുള്ള ഹുബ്ബും കുറയും. അപ്പോൾ അള്ളാഹുവിനോട് അതിശക്തമായ ഹുബ്ബുള്ളവർ, ഈമാനുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഹുബ്ബ് അള്ളാഹുവിനോട് അത് അതിശക്തമാകാൻ, കൃത്യവും കണിശവുമാകാൻ നമ്മളിൽ ഈമാൻ ഉണ്ടാകണം. ഈമാൻ നമ്മുടേത് വർദ്ധിക്കുകയും പോഷിക്കുകയും വേണം. ഈമാൻ പോഷിക്കണമെങ്കിൽ, വർദ്ധിക്കണമെങ്കിൽ അള്ളാഹുവിന് നമ്മൾ വഴിപ്പെടണം. എന്താ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും എന്നല്ലേ സൂറത്ത് ആലി ഇംറാന്റെ 31-ാം വചനം. ഖുൽ, പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോൾ അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ, അള്ളാഹുവെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്തിബാഅ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പിന്തുടരണം. സുന്നത്തിനെ പിൻപറ്റുമ്പോൾ, ഇസ്ലാമിനെ പ്രയോഗവൽക്കരിക്കുമ്പോൾ, കൽപ്പനകളെ അനുസരിക്കുമ്പോൾ, വിരോധങ്ങളെ വിട്ടകലുമ്പോൾ ഈമാൻ വർദ്ധിക്കും. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഹുബ്ബും വർദ്ധിക്കും. ഇമാം അൽ ഹസനുൽ ബസരി പറഞ്ഞു, ഇഅ്ലം അന്നക ലൻ തുഹിബ്ബല്ലാഹ ഹത്താ തുഹിബ്ബ തഅതഹു, നീ മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന് വഴിപ്പെടുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നത് വരെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ, സ്നേഹിക്കാൻ നിനക്കാവുകയേ ഇല്ല എന്നാണ്. ഇന്നാ നുഹിബ്ബു റബ്ബന ഹുബ്ബൻ ശദീദൻ എന്ന് ചിലർ പറഞ്ഞു, ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ അതിശക്തമായി സ്നേഹിക്കുന്നു എന്ന് ഇമാം ഹസൻ ബസരി തന്നെ പറഞ്ഞാണ്. ചില ആളുകൾ അങ്ങനെ പറഞ്ഞു, അള്ളാഹുവിനെ, ഞങ്ങളുടെ റബ്ബിനെ അതിതീവ്രമായി ശക്തമായി ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന്. അപ്പം അഹബ്ബല്ലാഹു അൻ യജ്അല ലി ഹുബ്ബിഹി അലമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്നേഹിക്കുന്നു എന്നതിന് ഒരു അടയാളം നിശ്ചയിച്ചു. അള്ളാഹുവെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരെ വേർതിരിച്ചറിയാനുള്ള അടയാളം എന്താണ്? അടയാളം
ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയ എന്നാണ് ഈ ആയത്തിനെ അള്ളാഹു അവിടെ അവതരിപ്പിച്ചു. ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റൂ എന്ന്. അള്ളാഹ്ക്ക് വഴിപ്പെടുക എന്നുള്ളതാണ് അള്ളാഹുവിനോട് മഹബത്ത് പുലർത്തുന്നു എന്നതിൻ്റെ പ്രമാണം, തെളിവ്. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചുകൊണ്ട്, തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്നേഹപ്രകടനം? എങ്ങനെയാണ് ഇഷ്ടപ്പെടൽ? കവി പറഞ്ഞില്ലേ, തഅസിൽ ഇലാഹ വ അൻത തസ്ഉമു ഹുബ്ബഹു ഹാദാ ലഅംരി ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ എന്ന്. തഅസിൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവിനെ നീ ധിക്കരിക്കുന്നു, അവനോട് എതിര് പ്രവർത്തിക്കുന്നു. വ അൻത തസ്ഉമു ഹുബ്ബഹു, അവനോട് സ്നേഹമുണ്ട് എന്ന് നീ ജൽപ്പിക്കുന്നതോടൊപ്പം നീ തെറ്റ് ചെയ്യുന്നു. ഹാദാ ലഅംരി ഫിൽ ഖിയാസി ബദീഉ, അള്ളാഹുവാണ് സത്യം. ഇത് സാധർമ്മത്തിൽ ഒരു പുത്തൻ വാദം തന്നെ, ഇതൊരു പുതിയ കാര്യമാണ്. എന്തുകൊണ്ട്? ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു, അള്ളാഹുവിനോടുള്ള നിന്റെ സ്നേഹം അത് സത്യസന്ധമായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ നീ അനുസരിക്കുമായിരുന്നു, തീർച്ച. എന്തുകൊണ്ട്? കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, സ്നേഹിക്കുന്നവൻ ആരെ സ്നേഹിക്കുന്നുവോ അവനെ അനുസരിക്കും, അനുധാവനം ചെയ്യും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക എന്നുള്ളത് ഏറ്റവും ഉയർന്ന ഒരു പദവിയാണ്, മൻസിലത്താണ്. ആ മൻസിലത്ത് പ്രാപിക്കുവാൻ, എത്തിപ്പെടാൻ നമ്മൾ അള്ളാഹുവിന് വഴിപ്പെടേണ്ടതുണ്ട്, അവനെ അനുസരിക്കേണ്ടതുണ്ട്. ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിച്ചു. തിരിചര്യ, ദീനുൽ ഇസ്ലാം, അതിനെ നമ്മൾ പ്രയോഗവൽക്കരിക്കണം എന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, ഈ ഒരു ഇടവാചകം നമ്മൾ പഠിച്ചു പോകുമ്പോൾ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ആ ഒരു വാചകത്തിൻ്റെ ആ കോർവയിലെ പ്രസക്തി, അതിൻ്റെ പ്രാധാന്യം, ആ പരാമർശം അതെന്തിന് എന്നാണ് നമ്മളിവിടെ അന്വേഷിക്കുന്നത്. ആയത്തിൻ്റെ മുഴുവൻ ആശയം നമ്മൾ നോക്കുമ്പോൾ തുടക്കം ഒരു കൂട്ടരെ കുറിച്ചാണ്, ബഹുദൈവ വിശ്വാസികളായ അള്ളാഹുവിന് സമന്മാരെ സ്വീകരിച്ചവർ. ആയത്തിൻ്റെ ഒടുക്കവും ആ ബഹുദൈവ വിശ്വാസികളായ അള്ളാഹുവിന് സമന്മാരെ സ്വീകരിച്ചവരെ കുറിച്ചാണ്. പക്ഷെ നടുവിൽ ഒരു വാചകം അക്കൂട്ടരിൽ നിന്ന് വേറിട്ട് വിശ്വാസികളെക്കുറിച്ചാണ്. വിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ വിഷയത്തിലാണ്. അവർ അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന വിഷയത്തിലാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അഹബ്ബു ലില്ലാ എന്നല്ല പറഞ്ഞത്, പിന്നെ അശദ്ദു ഹുബ്ബൻ ലില്ലാ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്രയോഗത്തിൻ്റെ, ഈ ഒരു ഇടവാചകത്തിൻ്റെ പൊരുളുകളെത്ര, അതിലടങ്ങിയ യുക്തികളെത്ര, അത് പ്രദാനം ചെയ്യുന്ന ആശയ വൈപുല്യം എത്ര, അള്ളാഹുവിനോടുള്ള മഹബത്ത്, അതിനുള്ള സ്ഥാനം എത്ര, ഇതൊക്കെ ഇവിടെ പ്രത്യേകം വായിക്കപ്പെടേണ്ട വിഷയമാണ്. അതിനാലാണ് ഈ ഒരു സാഹചര്യത്തിൽ അത് ഇവിടെ ചിലത് ഞാൻ ഉണർത്തുകയുണ്ടായത്. ഈ ആയത്തിൽ ഹുബ്ബും മഹബത്തും ഒരു സുപ്രധാന വിഷയമാണ്. കാരണം യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന ഭാഗത്ത് ഹുബ്ബാണ് വിഷയം. അതിനാൽ ഹുബ്ബിൻ്റെ വിഭജനവും വിധിയും പണ്ഡിതന്മാർ പ്രത്യേകം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹുമായി ബന്ധപ്പെട്ട മഹബത്ത് അത് 3 നിലക്കാണ്. ഒന്ന് മഹബത്തുള്ള, മറ്റൊന്ന് അൽ മഹബത്തു ലില്ലാഹ്, അൽ മഹബത്തു ഫില്ലാ, പിന്നൊന്ന് അൽ മഹബത്തു മഅഹു. മഹബത്തുള്ള അതാണ് ആരാധനാപൂർവമായിട്ടുള്ള സ്നേഹം, അള്ളാഹുവെ പ്രതീക്ഷിച്ചും അള്ളാഹുവെ ആദരിച്ചും അള്ളാഹുവിനുള്ള ഗാംഭീര്യം വകവെച്ചും അഗാധമായ നിലക്കുള്ള ആരാധനാപൂർവമുള്ള മഹബത്ത്, അത് തേടുന്നതിനെക്കുറിച്ചും ആ മഹബത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഈ മഹബത്താണ് ആരാധനയുടെ അസാസ്, അടിത്തറ. എന്നാൽ അൽ മഹബത്തു ലില്ല, അൽ മഹബത്തു ഫില്ല, അള്ളാഹുവിനായുള്ള മഹബത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മഹബത്ത്, അത് നമ്മൾ കൽപ്പിക്കപ്പെട്ട മഹബത്താണ്. അത് അതിപ്രധാനവും നമ്മളിൽ നന്നായി നിഴലിക്കേണ്ടതുമായ മഹബത്താണ്. എന്താണ് ആ മഹബത്ത്? അള്ളാഹുവിനോടുള്ള മഹബത്ത് ഉണ്ടല്ലോ, ഒന്നാമത് പറഞ്ഞ ആ മഹബത്ത്, അതിൻ്റെ അനിവാര്യ തേട്ടമാണ് ഈ രണ്ടാമത് പറയപ്പെട്ട മഹബത്ത്. അള്ളാഹുവിന് വേണ്ടിയുള്ള മഹബത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മഹബത്തും. അള്ളാഹുവിനോട് മഹബത്തുണ്ടോ എങ്കിൽ അള്ളാഹുവിന് വേണ്ടി നമുക്ക് മഹബത്തുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത്, സഹാബത്തിനോടുള്ള മഹബത്ത്, വിശ്വാസികളോടുള്ള മഹബത്ത്, ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടിയുള്ള മഹബത്താണ്. അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അനിവാര്യതയും തേട്ടവുമാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവരോട് നമുക്കുള്ള ഇഷ്ടം. അള്ളാഹുവിനുള്ള മഹബത്ത് അത് ശരിയാകണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടേണ്ടതിനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടണം. അത് വ്യക്തികളായാലും കർമ്മങ്ങളായാലും സ്ഥലങ്ങളായാലും കാലങ്ങളായാലും വസ്തുക്കളായാലുമൊക്കെ അതിൻ്റെ ഗണം ഏറെ വിശാലമാണ്, അഗണ്യവുമാണ്. ഒരു ഉദാഹരണം,
അബൂ ഇദ്രീസ് അൽ ഖവലാനി ഒരിക്കൽ ഡമസ്കസിലെ മസ്ജിദിൽ പ്രവേശിച്ചു. ദിമഷ്കിലെ മസ്ജിദിൽ, സിറിയയിൽ. അപ്പോൾ അവിടെ 20 സഹാബികൾ ഉണ്ടായിരുന്നു. ആ സഹാബികളിൽ ഒരാൾ ഒരു യുവ കോമളനാണ്, സുന്ദരൻ, സുമുഖൻ. അപ്പോൾ അബൂ ഇദ്രീസ് അൽ ഖവലാനി അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. ഈ സുമുഖനെ, സുന്ദരനെ അന്വേഷിച്ചു. അപ്പോൾ അത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അബൂ ഇദ്രീസ് അൽ ഖവലാനി മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക ഫില്ലാഹ്. മുആദ്, അങ്ങയെ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു, തീർച്ച. അപ്പം മുആദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങ് എന്നെ സ്നേഹിക്കുകയോ? അപ്പം അദ്ദേഹം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അപ്പം മുആദ് റളിയല്ലാഹു തആല പറഞ്ഞു, അബ്ശിർ ഇൻ കുൻത സാദിഖൻ. താങ്കൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്നെ സ്നേഹിക്കുന്നത് സത്യസന്ധമാണ് എങ്കിൽ താങ്കൾക്ക് സന്തോഷിക്കാം. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? അൽ മുതഹാബ്ബൂന ഫില്ലാഹി ഫീ ദില്ലിൽ അർശ് യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു ലഹും മനാബിറു മിൻ നൂരിൻ യഗ്ബിതുഹുമുൻ നബിയ്യൂന വസ്സിദ്ദീഖൂന വശുഹദാഉ ബിമജ്ലിസിഹിം മിനർ റബ്ബ് അസ്സ വജൽ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർ അർശിൻ്റെ തണലിലായിരിക്കും അന്ത്യനാളിൽ. അന്ന് അർശിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അന്യോന്യം സ്നേഹിച്ചവർ ലഹും മനാബിറു മിൻ നൂരിൻ, അവർക്ക് പ്രകാശത്താൽ തീർക്കപ്പെട്ട ചില മിമ്പറുകളുണ്ട്. ആ മിമ്പറുകളിലായിരിക്കും അവർ ഉണ്ടാവുക. യഗ്ബിതുഹുമുൻ നബിയ്യൂന വസ്സിദ്ദീഖൂന വശുഹദാ, നബിമാരും സിദ്ദീഖുമാരും ഷഹീദുമാരുമൊക്കെ അവരുടെ ആ ഉന്നത സ്ഥാനം കണ്ട് ആ സ്ഥാനത്തിന് വേണ്ടി കൊതിക്കും. ബിമജ്ലിസിഹിം മിനർ റബ്ബി അസ്സ വജൽ, റബ്ബിനരികിൽ അവർ ഇരിപ്പിടം കണ്ടതിനാൽ. നോക്കൂ നിങ്ങളിവിടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അന്യോന്യം സ്നേഹിക്കുക എന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും അതിൻ്റെ കൂലിയും. അബൂ ഇദ്രീസ് അൽ ഖവലാനി ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുമായി സന്ധിക്കുന്നുണ്ട്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ഹദീസ് പറഞ്ഞപ്പോൾ ഉബാദ ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല അൻഹു ഇത്ര കൂടി പറഞ്ഞു കൊടുത്തു എന്നാണ്. ഖദ് സമീഅതു ദാലിക, മുആദ് പറഞ്ഞ തിരുമൊഴി ഞാൻ കേട്ടിട്ടുണ്ട്. വ അഫ്ദല മിൻഹു, ഇതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നും ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ തിരുദൂതർ പറഞ്ഞത്? ഉബാദ ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല അൻഹു കേട്ടത്, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, വജബത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയ്യ, എൻ്റെ മാർഗത്തിൽ അന്യോന്യം സ്നേഹിക്കുന്നവർ അവർക്ക് എൻ്റെ മഹബ്ബത്ത്, അള്ളാഹിൻ്റെ മഹബ്ബത്ത് അനിവാര്യമായിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ അൽ മഹബ്ബത്തു ഫില്ലാഹ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിനോടുള്ള നമ്മളുടെ മഹബ്ബത്ത്, അതിൻ്റെ തേട്ടമായി അനിവാര്യതയായി ഉള്ള മഹബ്ബത്താണ് ഇപ്പറയപ്പെട്ട മഹബ്ബത്ത്. അത് നമ്മൾ കൽപ്പിക്കപ്പെട്ട മഹബ്ബത്താണ്. അള്ളാഹുവിനോടുള്ള നമ്മുടെ മഹബ്ബത്തിൻ്റെ തെളിവും തേട്ടവുമാണ് ഇപ്പറയപ്പെട്ട മഹബ്ബത്ത്. എന്നാൽ മഹബ്ബത്തിൽ മറ്റൊന്ന് അൽ മഹബ്ബത്തു മഅ അല്ലാഹ്, അള്ളാഹുവോടൊപ്പമുള്ള മഹബ്ബത്താണ്. ആ മഹബ്ബത്തിനെ കുറിച്ചാണ് നമ്മുടെ ആയത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ച ഷിർക്കിൻ്റെ മഹബ്ബത്ത്, അൽ മഹബ്ബത്തു ശിർക്കിയ. അള്ളാഹുവോടൊപ്പമുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള സ്നേഹം. ആ സ്നേഹം അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചുകൊണ്ടുള്ള സ്നേഹപ്രകടനം. യുഹിബ്ബൂനഹും കഹുബ്ബില്ല എന്ന് പറഞ്ഞില്ലേ? ആരാധന്മാരെ സമന്മാരായി സ്വീകരിച്ച് ആ സമന്മാരെ സ്നേഹിക്കുന്നത്, അത് അള്ളാഹുവോടൊപ്പം പങ്കുചേർത്തുകൊണ്ടുള്ള സ്നേഹമാണ്. മഹബ്ബത്തിൽ അള്ളാഹുവിൽ പങ്കുചേർക്കലുമാണ്. ഈ മഹബ്ബത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത ശിർക്കാണ്. ബഹുദൈവ വിശ്വാസികൾ അവരുടെ ആരാധ്യന്മാരെയും ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെ സൃഷ്ടിപ്പിലും ഉടമസ്ഥതയിലും കൈകാര്യകർത്തൃത്വത്തിലും നിയന്ത്രണത്തിലും പങ്കാളികളാക്കിയിട്ടില്ല. പ്രത്യുത അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അള്ളാഹുവിനോടുള്ള സ്നേഹം കണക്കെ അള്ളാഹുവിന് മാത്രമായത് അവർ ഈ ആരാധ്യന്മാർക്ക് വകവെച്ചപ്പോൾ അള്ളാഹുവിനോടുള്ള അവരുടെ ആ സ്നേഹം അത് അവർ അള്ളാഹു അല്ലാത്തവർക്ക് വകമാറ്റുകയായി. അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന നിലയിലുമായി. അതാണ് സംഭവിച്ചത്. പണ്ഡിതന്മാർ പറഞ്ഞു, വമഅലൂമുൻ അന്നഹും മാ സവൂഹും ബിഹി ഫിൽ ഖൽഖി വൽറിസ്ഖി വൽ ഇമാതതി വൽ ഇഹ്യാഇ വൽ മുൽക്കി വൽ ഖുദ്റ. ബൗദ്ധ വിശ്വാസികൾ ആരാധ്യന്മാരെ അള്ളാഹുവിനോട് സമന്മാരാക്കി. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇദ് നുസവ്വീകും ബി റബ്ബിൽ ആലമീൻ, നിങ്ങളെ ഞങ്ങൾ റബ്ബുൽ ആലമീനോട് തുല്യപ്പെടുത്തിയപ്പോൾ എന്ന് പറഞ്ഞില്ലേ? ആ തുല്യപ്പെടുത്തൽ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിലോ അന്നം കനിയുന്ന വിഷയത്തിലോ മരിപ്പിക്കുന്ന വിഷയത്തിലോ ജീവിപ്പിക്കുന്ന വിഷയത്തിലോ ഉടമസ്ഥതയിലോ ഖുദ്റത്ത് കഴിവിലോ ഒന്നുമല്ല. പിന്നെ ഏത് വിഷയത്തിലാണ് റബ്ബുൽ ആലമീനോട് ഇവർ ആരാധന്മാരെ സമപ്പെടുത്തിയത്, തുല്യപ്പെടുത്തിയത്? വ ഇന്നമാ സവ്വൂഹും ബിഹി ഫിൽ ഹുബ്, ആരാധന്മാരെ അള്ളാഹുവിനോട്
തുല്യപ്പെടുത്തിയത് ഹുബിൻ്റെ വിഷയത്തിലാണ്. അതേപോലെ വത്തഅല്ലുഹ് ആരാധനയുടെ വിഷയത്തിലാണ്. വൽ ഖുദൂഉ ലഹും അവർക്ക് വഴിപ്പെടുന്ന വിഷയത്തിലാണ്. വത്തദല്ലുൽ അവരുടെ മുമ്പിൽ ഭവ്യമാകുന്ന വിഷയത്തിലാണ്. മലക്കുകളെ ആരാധിച്ചിരുന്നവർ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ആരാധിച്ചിരുന്നവർ, വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ ഇവരൊക്കെ ആരാധിച്ചവർ, ഈ വദ്ദും സുവാവും യഗൂസും യഊഖും നസ്റും ഒക്കെ അന്നഹും കാനു റിജാലൻ സാലിഹീന മിൻ ഖൗമി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിൽ സജ്ജനങ്ങളായിരുന്നു, സൽവൃത്തരായിരുന്നു. ഇവരോടൊക്കെയുള്ള ഹുബ്ബ് അതല്ലേ അവരെ പങ്കാളികളാക്കാൻ കാരണീഭവിച്ചത്. ഹാജിമാർക്ക് സേവനം ചെയ്തിരുന്ന ലാത്ത എന്ന മനുഷ്യൻ, അയാളോടുള്ള ഹുബ്ബ്, അതിനാലല്ലേ ലാത്ത ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായത്. അപ്പോൾ അൽ മഹബത്തിൽ മൂന്നാമത്തേത് അൽ മഹബത്തു മഅ അല്ലാഹ്. ഈ മഹബത്ത് അള്ളാഹുവിനോട് മാത്രം ഉണ്ടാകേണ്ട വിനയവും ഭവ്യതയും ആദരവും ബഹുമാനവും പേടിയുമൊക്കെ നിഴലിച്ച പ്രാർത്ഥനാപൂർവമായ ആരാധനാപൂർവമായ മഹബത്ത്, അത് അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവോടൊപ്പം വകവെക്കുന്ന മഹബത്താണ്. പണ്ഡിതന്മാർ ഇങ്ങനെ മഹബത്തിൻ്റെ 3 ഇനങ്ങൾ, മഹബത്തിൻ്റെ വിധിയെയും വിഭജനത്തെയും ഒക്കെ പരാമർശിക്കുമ്പോൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോൾ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന മഹൽ വചനം അത് പഠിപ്പിക്കുന്ന ധാരാളം വിഷയങ്ങളുണ്ട്. അതിനാലാണ് നമ്മൾ 2 ക്ലാസ്സുകളിൽ ആ ഒരു ഭാഗം പ്രത്യേകം പരാമർശിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ആയത്തിന്റെ വിഷയത്തിൽ അതിന്റെ അവസാന ഭാഗം വലൗ യറല്ലദീന ളലമൂ ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ വഅന്നല്ലാഹ ശദീദുൽ അദാബ് എന്നത് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.